എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദിർ സംഘടിപ്പിക്കുന്ന ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 88ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. ഇന്ന് തുടർന്ന് ക്ലാസ് നടക്കുന്നു. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. ഹരി ഓം. നമസ്കാരം ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ഓം മഹാദേവേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ 89ാമത്തെ ശ്ലോകത്തിലെ ഒരു നാമം നമ്മൾ തുടങ്ങി വെച്ചു. അപ്പം നമുക്കൊന്നുകൂടി ആ ശ്ലോകം വായിച്ച് തുടങ്ങാം. ഓം ശിവപ്രിയാ ശിവപരാ ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയാ സ്വപ്രകാശ മനോവാചാമഗോചര. അതായിരുന്നു 89ാമത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ 89ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ നാമമായിരുന്നു ശിവപ്രിയ. ശിവപ്രിയ എന്ന് പറഞ്ഞാൽ ശിവന് ഏറ്റവും പ്രിയമുള്ളവൾ. അതാരായിരിക്കും? ശിവന്റെ പത്നിയാണ്. അപ്പോൾ ശിവൻ പ്രിയനായിട്ടുള്ളവളുമാണ്. രണ്ടുമാണ്. ശിവന് പ്രിയമുള്ളവളാണ്, ശിവൻ പ്രിയനായിട്ടുള്ളവളുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞ ശിവം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. മംഗളസ്വരൂപി, മംഗളം എന്നാണ് ശിവൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് രാമായണത്തിൽ ഹനുമാൻ ശിവന്റെ രൂപമാണ്, മംഗളമാണ് ആ പ്രത്യേകത. ഹനുമാൻ വരുന്നതോടുകൂടി എല്ലാം മംഗളകാര്യമായി മാറുകയാണ് രാമായണത്തിൽ. അതുപോലെ ഇവിടെ ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ്. അപ്പം ശിവപ്രിയ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഭക്തഹൃദയങ്ങളിൽ എപ്പോഴും മംഗളം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ദേവിക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യമാണ്. അപ്പോൾ ഭക്തരെ അങ്ങനെ മംഗളകരമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ദേവിയുടെ ഏറ്റവും ആനന്ദമുള്ള കാര്യം. അതുകൊണ്ട് ദേവി ശിവപ്രിയ എന്നുള്ള നാമത്തിൽ അർഹിക്കുന്നു. അതുപോലെ തന്നെ തുല്യസ്ഥാനം, അർദ്ധനാരീശ്വരനാണ് എന്ന് നമ്മൾ പറഞ്ഞു, ശിവന്റെ രൂപം തന്നെ. അപ്പോൾ ശിവപ്രിയ എന്ന് പറയുമ്പോൾ തന്നെ ശിവനും ശക്തിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒരു ഇക്വാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല അവിടെ. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ശിവനും ശക്തിയും ഒരേപോലെയാണ് എന്നുള്ളതാണ് ഇവിടെ ശിവപ്രിയ എന്നുള്ള നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശിവനും പ്രിയമുള്ളവളാണ്, അല്ലെങ്കിൽ ദേവി ഏറ്റവും പ്രിയമുള്ളവളാണ് ശിവന് എന്നുള്ള നാമം. അതുപോലെ തന്നെ സദാമംഗളങ്ങളെ കാക്ഷിക്കുന്ന ദേവി എന്നുള്ള നാമം. ഇങ്ങനെ രണ്ടർത്ഥത്തിൽ നമുക്ക് ശിവപ്രിയ എന്നുള്ള നാമം എടുക്കാം. ഇനി അടുത്ത നാമമാണ് ശിവപര. ശിവപര. പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരബ്രഹ്മത്തിലത്തെ പരയല്ല ഇവിടെ. ഇത് ശരിക്കും ഒരു വാക്കായിട്ടുള്ള പര എന്നുള്ളതാണ്. പര എന്നുള്ള വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ്. ഇവിടെ പര എന്ന് പറഞ്ഞാൽ താല്പര്യം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പര എന്നുള്ളത്. അപ്പോൾ ശിവന് താല്പര്യമുള്ളവൾ, അല്ലെങ്കിൽ ശിവനിൽ താല്പര്യമുള്ളവൾ, രണ്ടുമായി. ശിവനിൽ താല്പര്യമുള്ള ദേവി ശിവപര. അതുപോലെ തന്നെ ശിവന് താല്പര്യമുള്ള ദേവി ശിവപര. അപ്പോൾ ശിവന്റെ അർദ്ധാംഗിനിയായ ദേവിക്ക് ശിവനല്ലാതെ മറ്റൊന്നിലും താല്പര്യമില്ല. നമുക്കറിയാം, ജന്മജന്മാന്തരങ്ങളായിട്ട് പാർവതി പരമേശ്വരന്മാര് എപ്പോഴും സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ്. സതിയായിരുന്നപ്പോഴും പാർവതി ആയിരുന്നപ്പോഴും ഇനി എല്ലാ യുഗങ്ങളിലും, കാമേശ്വരനായപ്പോൾ കാമേശ്വരിയായി, യുഗയുഗാന്തരങ്ങളിൽ അവർ അങ്ങനെ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളായിട്ട് വാണരുളുകയാണ്. ആര്? ശിവനും പാർവതിയും. അതുകൊണ്ട് ശിവപര എന്ന് പറഞ്ഞാൽ ശിവനിൽ താല്പര്യമുള്ളവൾ, സ്വന്തം ഭർത്താവിൽ
വളരെ താല്പര്യമുള്ള പതിവ്രതയായ ഭാര്യ കൂടിയാണ് ദേവി എന്നാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ഇനി ആ, പരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അപ്പുറം എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ താല്പര്യം എന്നതിൽ ഒഴികെ കൂടുതൽ, അതിലും കൂടുതൽ, ഉപരി എന്നൊക്കെ ഉള്ളൊരു അർത്ഥമുണ്ട് പര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശിവനേക്കാൾ ശ്രേഷ്ഠയാണ്. ശിവപര എന്ന് പറഞ്ഞാൽ ശിവനേക്കാൾ ശ്രേഷ്ഠയാണ്. അപ്പോൾ ശാക്തേയ സമ്പ്രദായങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ദേവി ഏറ്റവും ശക്തിമത്തായിട്ട് കാണിക്കുന്നത്, കാരണം നമ്മൾക്കറിയാം സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം, ലയം തിരോധാനം, പഞ്ചകൃത്യങ്ങൾ നടത്തുന്ന സൃഷ്ടി സ്ഥിതി അതുപോലെ ലയം, അത് കഴിഞ്ഞാൽ തിരോധാനം, ഈ 5 കൃത്യങ്ങൾ നടത്തുന്നത് ആരാണ്? അത് കഴിഞ്ഞ് വീണ്ടും അതിനെ വീണ്ടും തിരിച്ചു വരുന്നത്, ആ 5 കൃത്യങ്ങൾ കൂടി നടത്തുന്നത് ആരാണ്? ദേവി തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ബ്രഹ്മത്തിനെ വൈഷ്ണവരെ നമ്മൾ കണ്ടു. വിഷ്ണു വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണു എന്ന് വിളിക്കും, അല്ലെങ്കിൽ ശൈവ സമ്പ്രദായത്തിൽ ശിവൻ എന്ന് വിളിക്കും, ശാക്തേയ സമ്പ്രദായത്തിൽ ദേവി എന്ന് വിളിക്കും. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ശാക്തേയ സമ്പ്രദായത്തിൽ ദേവി എന്ത് പറയുന്നു? ദേവി ഇവിടെ ശിവപര, ശിവനേക്കാളും ശ്രേഷ്ഠതയുള്ളവൾ അല്ലെങ്കിൽ ശ്രേഷ്ഠതയേറിയവൾ എന്നുള്ള നാമത്തില് ശിവപര എന്നറിയപ്പെടുന്നു. ശരിക്കും ശങ്കരാചാര്യർ പറഞ്ഞത് എങ്ങനെയാണ്? ശിവൻ സ്പന്ദിക്കുന്നത് പോലും ദേവിയോട് കൂടുമ്പോഴാണെന്നാണ്. ആദ്യത്തെ ശ്ലോകത്തില് പല പ്രാവശ്യവും ചൊല്ലിയ ശ്ലോകമാണ്, അതുകൊണ്ട് വീണ്ടും സമയം കളയുന്നില്ല. ആദ്യത്തെ ശ്ലോകത്ത് തന്നെ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറഞ്ഞു വെച്ചത് ആചാര്യസ്വാമികള് ശിവൻ സ്പന്ദിക്കുന്നത് തന്നെ ദേവിയോട് കൂടുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പൊ ശക്തി ഇല്ലാതെ ഇല്ല, നമ്മൾ കണ്ടു അത്. ആ എന്തിനെന്നറിയാതെ ബ്രഹ്മം ഇങ്ങനെ, ബ്രഹ്മത്തിന് പ്രകൃതിയായി മാറാൻ വേണ്ടിയിട്ടുള്ള വികൃതി, ആ മായ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ആരാണ്? ദേവിയാണ്. അപ്പോൾ അറിയാതെ അങ്ങനെ മൾട്ടിപ്ലൈ ആവുന്നു എന്ന് പറയുന്നത്, അതാണ് ബ്രഹ്മമായി മാറുന്നത്. അതിൻ്റെ തത്വങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ശരിക്കും ഈ ശിവന് സ്പന്ദനം അല്ലെങ്കിൽ ചലനം, ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇവർക്കൊക്കെ ശക്തി കൊടുക്കുന്നത്, ഈ ബ്രഹ്മ നിർമ്മിതിക്ക്, സൃഷ്ടിക്കും സ്ഥിതിക്കും അതുപോലെ തന്നെ സംഹാരത്തിനും അല്ലെങ്കിൽ ലയത്തിനും ശക്തി കൊടുക്കുന്നത് ദേവി തന്നെയാണ്. ആ ദേവിയുടെ സ്പന്ദനങ്ങളാണ് അവരിൽ തുടിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അവരെല്ലാവരും അങ്ങനെ താപസികളായിട്ട് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയായിട്ട് അങ്ങനെ നിശേഷ രൂപത്തിൽ അങ്ങനെ ശുദ്ധബ്രഹ്മമായിട്ട് നിലകൊള്ളുമായിരുന്നു. അതിനെ ഈ ബ്രഹ്മാണ്ടവും ഈ പ്രകൃതിയുമാക്കി മാറ്റിയത് ദേവിയുടെ ശക്തിയാണ്. അതുകൊണ്ട് ദേവി ശിവനേക്കാളിലും പരയാണ് അല്ലെങ്കിൽ ശിവനേക്കാളിലും ശ്രേഷ്ഠയാണെന്ന് ശാക്തേയ സമ്പ്രദായക്കാർ പറയും. അതുകൊണ്ട് ശിവപര. പക്ഷേ ഇവിടെ നമുക്ക് ശിവനിൽ പര താല്പര്യമുള്ളവൾ, തൻ്റെ സ്വന്തം ഭർത്താവില് അതീവ താല്പര്യമുള്ള ഒരു പതിവ്രതയായ നാരിയാണ് ദേവി എന്നുള്ളത് കൂടി നമ്മൾക്കിവിടെ എടുക്കാം. അതുകൊണ്ട് നാമം ശിവപര. ഓം ശിവപരായേ നമ എന്ന് പറഞ്ഞ് ദേവിയെ ഇവിടെ നമുക്ക് വന്ദിക്കാം. ഇനി 411 നാമമാണ് ശിഷ്ടേഷ്ട. ശിഷ്ടേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ശിഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണിക്കലും ഹരിക്കലും ഒക്കെ ആകുമ്പോൾ ഈ നാമം വായിക്കുമ്പോൾ ശിഷ്ടം എന്താ ഇവിടെ, ശിഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കിയാണോ എന്നൊക്കെ ഒരു ചിന്ത വരും. പെട്ടെന്ന് നമുക്ക് അങ്ങനെയൊക്കെ പോവുക നാമം ഓർത്ത് വായിക്കുമ്പോൾ. അല്ല, മനസ്സിലിങ്ങനെ വ്യാപാരമായിട്ട് അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നത്, ഇന്ന് ഓഫീസിൽ പോയിട്ട് എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് വായിക്കുമ്പോൾ ശിഷ്ടമില്ല ഇഷ്ടമില്ല ഒക്കെ അങ്ങനെ പോയിക്കോളും. പക്ഷെ ശിഷ്ടേഷ്ട എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ശിഷ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടരക്ഷകയാണ് ദേവി. അപ്പൊ ശിഷ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടർ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശിക്ഷിക്കപ്പെട്ടവരാണ്. അപ്പൊ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ശിക്ഷയല്ല. മലയാളത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ചാട്ടവാറ കൊണ്ട് 2 കൊടുത്തു, അല്ലെങ്കിൽ 2 ചൂരര കൊണ്ട് 2 അടി കൊടുത്തു, അതൊന്നുമല്ല ശിക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ജ്ഞാനം, സംസ്കൃതത്തിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനം കിട്ടിയതിന് ശേഷം സന്മാർഗത്തിലൂടെ ചരിക്കുന്ന നല്ല വ്യക്തിത്വത്തിനെയാണ് ശിഷ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ രീതിയിൽ
സ്റ്റാർട്ട് ചെയ്തോളൂ സർ. ആ ഓക്കെ. ഞാൻ എന്തോ ലാപ്ടോപ്പിൽ ഒരു പ്രോബ്ലം കാണുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി ഒരു 2 മിനിറ്റ്, നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കേണ്ടി വരും. ഐ തിങ്ക് സം ഇന്റേണൽ പ്രോബ്ലം ഓൾസോ മെസ്സേജ് വരുന്നുണ്ട്. സംടൈംസ് സെക്യൂരിറ്റി ഇത് ഒരു സിമ്പൽ വരുന്നുണ്ട്. ഓക്കെ. സോ ശിഷ്ടേഷ്ട എന്നുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശിഷ്ടർ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശിക്ഷിക്കപ്പെട്ടവർ. ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല ജ്ഞാനമുള്ളവർ. ഇപ്പോൾ ഉപനയനമൊക്കെ കഴിച്ച് അങ്ങനെ ആ ദ്വിജത്വം വന്ന് അതേ പാതയിലൂടെ ജീവിക്കുന്നവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുശിക്ഷിതരായിട്ട് ധർമാചരണം നടത്തിയിട്ട് നല്ല സത്കർമ്മത്തിലൂടെ ആ സനാതന മാർഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആര്? ശിഷ്ടര്. ശിഷ്ടന്മാരിൽ ഇഷ്ടമുള്ളവളാണ് ദേവി. ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ശിഷ്ടേഷ്ട എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒക്കെ ആലോചിക്കേണ്ടത്, ദേവിക്ക് നമ്മളെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശിഷ്ടരാവണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെയൊക്കെ നമ്മൾ ഈ നാമം സൂചിപ്പിക്കുന്നത്. കാരണം ദേവി ശിഷ്ടേഷ്ടയാണ്, ശിഷ്ടന്മാരിൽ ഇഷ്ടമുള്ളവരാണ്. സുശിക്ഷിതരായിട്ട് അല്ലെങ്കിൽ സന്മാർഗത്തിലൂടെ ചരിക്കുന്ന ആ ധർമ്മനിഷ്ഠരായിട്ടുള്ള വ്യക്തികളിലാണ് ദേവിക്ക് താല്പര്യം, അവരിലാണ് ദേവിക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സന്മാർഗത്തിൽ നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ശിക്ഷകളൊക്കെ നമ്മൾ നേടണം, അതിനുള്ള ധർമ്മങ്ങളെല്ലാം നമ്മൾ നേടണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാല്യകാലത്ത് ഗുരുകുലത്തിൽ പോയി ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ പാദസേവ മുതൽ സന്ധ്യാവന്ദനങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് എല്ലാ കുട്ടികളും വളരുന്നത്. അവിടെ വെറും ബ്രാഹ്മണർ മാത്രമല്ല പഠിക്കുന്നത്, ജന്മം കൊണ്ടല്ല അത് ദ്വിജത്വം. കാരണം അടുത്ത് വരുന്നൊരു നാമത്തിൽ പറയും, ക്ഷത്രിയരും ബ്രാഹ്മണരും വൈശ്യരും 3 പേരും പിന്നെ ഉപനയനം കഴിച്ചിരുന്നു. ഉപനയനം കഴിക്കുമ്പോഴാണ് ദ്വിജനായി മാറുന്നത് എന്നൊക്കെ ഒരു നാമം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയും, അതിനെ നേരത്തെ പറഞ്ഞതായിരുന്നു. ദ്വിജപങ്ക്തി ദയോജ്വല എന്നുള്ള ദേവിയുടെ പല്ലുകളെ വർണ്ണിച്ചപ്പോഴും നമ്മൾ ഈ ശബ്ദം പറഞ്ഞതായിരുന്നു. പക്ഷെ വീണ്ടും പറയും നമ്മൾ. ഇപ്പോൾ ഈ 3 ജാതി ക്ഷത്രിയർക്ക് പൂണൂലുണ്ട്, അവർ ഉപനയനം കഴിക്കുക. ഉപനയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനുശേഷം നിങ്ങളുടെ കർമ്മത്തിലേക്ക് നിങ്ങൾ വ്യാപൃതരാകും. ഒരു കൂട്ടർ വേദങ്ങൾ പഠിച്ച് അവർ വേദ അധ്യയനത്തിലും വേദ പ്രചരണത്തിനും പോവും, അവർ ബ്രാഹ്മണരായി മാറും. ക്ഷത്രിയന്മാർ അവരുടെ കർമ്മം അനുഷ്ഠിക്കാൻ പോകും. പക്ഷേ എല്ലാവരും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കും. ആ ധർമ്മ പഠനം അവർക്ക് ഉപനയനത്തിലൂടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് മാത്രമല്ല അർത്ഥമാക്കിയെടുക്കുന്നത്. അതുപോലെ ഇവിടെ അങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയിട്ട് ആ ഗുരുകുല വിദ്യാഭ്യാസം കിട്ടിയിട്ട് ശിഷ്ടന്മാരാവുന്നത് എങ്ങനെയാണോ ഓരോരുത്തരും, അതുപോലെ നമ്മളൊക്കെയും ശിഷ്ടന്മാരാവണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാമം ശിഷ്ടേഷ്ട. ഇനി ഇഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യാഗം എന്നാണ് അർത്ഥം. ഇഷ്ടി എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കിന് അർത്ഥം യാഗം എന്നാണ്. അപ്പോൾ യാഗത്തിന് വേണ്ടിയിട്ടാണ് അത്രേ പണ്ട് മണ്ണ് ചുട്ടിട്ട് ഇഷ്ടിക മണ്ണ് കുഴച്ചെടുത്ത് ഇഷ്ടിക ഉണ്ടാക്കിയിരുന്നത് യാഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇഷ്ടിക എന്നുള്ള പേര് തന്നെ വരുന്നത്. ഇവിടെയൊക്കെ ഈട്ട് എന്നാണ് പറയുക. യാഗത്തിന് സംസ്കൃതത്തിലുള്ള നാമമാണ് ഇഷ്ടി. ഇഷ്ടി എന്ന് ഈട്ട് അല്ലെങ്കിൽ ഇഷ്ടിക, മഹാരാഷ്ട്രയിൽ വീട്ട് എന്ന് പറയും. അപ്പം ഇതൊക്കെ ഈ സംസ്കൃത ശബ്ദത്തിൽ നിന്ന് വന്നതാണ്. അത് ഓരോ പദങ്ങൾക്കും കൃത്യമായിട്ടൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിന്. അതുകൊണ്ട് യാഗത്തിന് യാഗശാലയിൽ അഗ്നി ജ്വലിപ്പിക്കാനുണ്ടാക്കുന്ന ആ യാഗകുണ്ഡം ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ആ കുണ്ഡം ഉണ്ടാക്കാൻ നിർമ്മിക്കുന്ന സാധനത്തെ, യാഗത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കുണ്ഡത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനത്തെയാണ് ഇഷ്ടിക എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ യാഗം എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് യാഗമെല്ലാം നടത്തിയിട്ട് അങ്ങനെ ദേവി പ്രീതയായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയാണ് ശിഷ്ടേഷ്ട. അപ്പോൾ ശരിക്കും യാഗങ്ങളും പൂജകളും എല്ലാം നടത്തി ശിഷ്ടരായി വർത്തിക്കുന്ന ജനങ്ങളെ ദേവിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ശിഷ്ടേഷ്ട. ഓം ശിഷ്ടേഷ്ടായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് ദേവിയെ വന്ദിക്കാം. ഇനി 412 നാമം ശിഷ്ടപൂജിത. ശിഷ്ടപൂജിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്ടന്മാരാരാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ്. അപ്പോൾ ആരാണ് ദേവിയെ ആരാധിക്കാൻ ശരിക്കും അർഹര്? ആ ചിത്തശുദ്ധി വേണം. നമ്മൾ കണ്ടു നായനാരുടെ ആരാധന അല്ലേ? അപ്പോൾ ചിത്തശുദ്ധി വേണം. ഏറ്റവും വേണ്ടത് ചിത്തശുദ്ധിയാണ്. ശിഷ്ടന്മാർക്ക് ചിത്തശുദ്ധി വേണം. ആ ചിത്തശുദ്ധി വേണമെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യണം,
അതുപോലെ തന്നെ ജ്ഞാനം കിട്ടണം ശരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദിവ്യത്വം വേണം നമുക്ക്. അപ്പോൾ ആ ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ശിഷ്ടപൂജിത. അപ്പോൾ ശരിക്കും ശിഷ്ടന്മാർക്ക് മാത്രം, ഇപ്പം നമ്മളൊക്കെ ദേവിയെ പൂജിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോളുക, നമ്മളെല്ലാവരും ദേവിക്ക് ഇഷ്ടമുള്ളവരാണ്, നമ്മൾ ശിഷ്ടന്മാരാണ്. നമ്മളിലെ ആ ട്രേസസ് ഓഫ് ദുർഗുണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിവസേന സ്വയം മനസ്സിൽ ഒരുപാട് നാമങ്ങൾ നമ്മൾ കണ്ടു. ആ ദോഷവർജിത എന്നുള്ള നാമം എന്നും ജപിക്കുക. എന്നിട്ട് ഒരു 51 പ്രാവശ്യം ആ നാമം ജപിച്ചിട്ട് ഈ ദോഷം എന്നിൽ നിന്ന് മാറ്റിത്തരണേ എന്ന് പറയുക. അങ്ങനെ ഓരോ നാമങ്ങൾ നമ്മൾ നേരത്തെയുള്ള നാമങ്ങൾ കണ്ടു. ആ നാമങ്ങൾ ജപിച്ച് ഒരു 51 പ്രാവശ്യം എന്നും അത് ജപിച്ചു കഴിഞ്ഞാൽ, സഹസ്രനാമം ജപിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് എന്താണോ മാറ്റിത്തരേണ്ടത്, എന്ത് ഗുണമാണോ ഉണ്ടാക്കുന്നത്, അതിനൊക്കെയുള്ള നാമങ്ങൾ, ഓരോരോ നാമങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ആ നാമങ്ങൾ അങ്ങനെ ജപിച്ചിട്ട് അത് മാറ്റിയെടുത്തിട്ട് ദേവിയുടെ ഏറ്റവും പ്രിയകരമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറണം. അതിന് നമ്മൾക്ക് സാധിക്കും. അത് കാരണം നമ്മൾ ഇതൊക്കെ കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയത് തന്നെ എന്തുകൊണ്ടാണ്? ദേവിയുടെ ആ കൃപ, ആ കാരുണ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും ശിഷ്ടപൂജിതരാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം. ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ, അതുകൊണ്ട് ദേവി ശിഷ്ടപൂജിത. ഇനിയോ ശങ്കരാചാര്യർ എന്താ പറഞ്ഞു വെച്ചത്? അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വെച്ചതാണ്. ചലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ ഇതും പറഞ്ഞു വെച്ചു. അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി എന്ന്. ഹരിഹര വിരിഞ്ചാദികളൊക്കെ ആരാധിക്കുന്ന ആരാണ്? ദേവിയാണ് ആരാധിക്കുന്നത്. പ്രണമിക്കുന്നത് ആരെയാണ്? ദേവിയാണ് പ്രണമിക്കുന്നത്. സ്തുതിക്കുന്നത് ആരെയാണ്? ദേവിയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ അവരൊക്കെ ചെയ്യുന്ന ആ ദേവിയെ പുണ്യം ചെയ്യാത്ത നമ്മളൊക്കെ എങ്ങനെ അർഹരാവും ദേവി ആരാധിക്കാൻ? ഹരിഹര വിരിഞ്ചാദികളാൽ ആരാധിക്കപ്പെടുന്ന നിന്നെ പ്രണമിക്കുന്നതിനും സ്തുതിക്കുന്നതിനും പുണ്യം ചെയ്യാത്തവൻ എങ്ങനെ അർഹനാകും? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ദേവിയെ പൂജിക്കുന്നുണ്ട്, നമ്മൾ സഹസ്രനാമം ജപിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ആചാര്യസ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹരിഹര വിരിഞ്ചാദികൾ ദേവിയെ പൂജിക്കുന്നു. ആ ദേവിയെ പൂജിക്കാൻ പുണ്യം ചെയ്യാതെ നമുക്കൊന്നും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളും പുണ്യം ചെയ്തിട്ടുണ്ട്, സുഹൃതികളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾക്ക് ദേവിയുടെ മനസ്സറിഞ്ഞ് ദേവിയെ വിളിക്കാം. അതുകൊണ്ട് ദേവിയുടെ നാമം ശിഷ്ടപൂജിതായേ നമഃ. ആരൊക്കെ ദേവിയെ പൂജിക്കുന്നു അവരൊക്കെ ശിഷ്ടന്മാരാണ്. ഇനി 413 നാമം അപ്രമേയ. അപ്രമേയ എന്നുള്ളതും സ്വപ്രകാശ എന്നുള്ളതും, ഈ രണ്ട് നാമങ്ങളും കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട നാമങ്ങളാണ്. ശരിക്കും പ്രമ എന്നുള്ള സംസ്കൃത ശബ്ദത്തിനർത്ഥം ശരിയായ ജ്ഞാനം, അറിവ്, അതാണ് പ്രമ. അപ്പോൾ ശരിയായ ജ്ഞാനം അല്ലെങ്കിൽ അറിവിനെയാണ് പ്രമ എന്ന് പറയുന്നത്. നമ്മൾ പ്രമാണം എന്നുള്ളത് കേട്ടിട്ടുണ്ടാവണം. പ്രമാണം എന്താ? അതിന് ദൈവമുണ്ട്, അതിനെന്താ പ്രമാണം? ഈ ഭൂമി നിന്റെയാണ്, അതിനെന്താ പ്രമാണം? അങ്ങനെയല്ലേ ചോദിക്കുക. അപ്പോൾ പ്രമാണം നമുക്ക് വന്നു കഴിഞ്ഞാൽ ആധാരം, രേഖ, ഇതൊക്കെയാണ്, ഷെയർ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക. അപ്പോൾ പ്രമാണം, അതും പ്രമാണമാണ്. ഈ ഭൂമി നിങ്ങളുടെയാണ് എന്നുള്ള ആ ജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള രേഖയാണ് പ്രമാണം. അപ്പം അത് തന്നെയാണ് ശരിയായ ജ്ഞാനം, അറിവ് എന്നതാണ് പ്രമ. ആ പ്രമയെ ജനിപ്പിക്കുന്ന കാരണങ്ങളെ അല്ലെങ്കിൽ അതിനെ അളക്കുന്ന കാരണങ്ങളെ, പ്രമ ഉണ്ടാക്കുന്നതിനെ പ്രമാണം എന്ന് പറയും. അപ്പോൾ ഇതാണ് ശരിയായ ജ്ഞാനം. ഈ ഭൂമി എൻ്റെ എന്നുള്ള ശരിയായ ജ്ഞാനം തഹസീൽദാർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പ്രമാണം കാണിച്ചു കൊടുക്കണം. അതിനെ പ്രമാണം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അപ്രമേയ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളാൽ സമർത്ഥിക്കാൻ കഴിയാത്തവൾ. പ്രമാണം കൊണ്ടൊന്നും ദേവിയെ സമർത്ഥിക്കാൻ പറ്റില്ല. നമ്മൾ അനുപമ, നിരുപമ, എത്ര നാമങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു ദേവിയെ ഒന്നിനോടും ഉപമിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി നിങ്ങളുടെ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരം, അതിൽ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങളിൽ പിന്നെ രൂപം, രസം, ഗന്ധം, സ്പർശം ഇത്യാദി കാര്യങ്ങളെ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ഇത് ആനയാണ് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ അതിൻ്റെ രൂപം കാണുമ്പോൾ നമുക്കത് ആനയാണെന്ന് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അത് ബുദ്ധിയിലേക്ക് പോകും. അപ്പം അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് പരിമിതമായിട്ടുള്ള ജ്ഞാനമാണ് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ളത്, വളരെ പരിമിതമായിട്ട്. ഇനി അതിലും വലുതാണ് മനസ്സ്.
അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കാറ് കിടക്കുന്നുണ്ട് അവിടെ അയാളുടെ വീട്ടുമുറ്റത്ത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കരുതും ഗൃഹനാഥൻ ഉണ്ടായിരിക്കും അവിടെയെന്ന്. അതെന്താണ്? നമ്മളെ ഒരു പ്രമാണം ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പ്രമാണം? പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടല്ല. പഞ്ചേന്ദ്രിയങ്ങൾ കാറ് കാണിച്ചു തന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, കാറ് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നും ജോലിക്ക് പോകുന്ന ആളാണ് കാർ എടുത്തിട്ട്. അതൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ നമ്മളെ ബുദ്ധി, ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ സമർത്ഥിക്കുന്നു ഒരു പ്രമാണം, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് മനസ്സും ബുദ്ധിയും, അതും സമർത്ഥിക്കുന്നു. ഇതിനൊക്കെ അപ്പുറമാണ് ദേവിയുടെ മഹിമ. അപ്പോൾ ദേവിയുടെ മഹിമയും അതിശയങ്ങളും ഇന്ന തരത്തിൽ എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. ഒന്നിനും ഒരു അളവുകോലോ തോതോ ഒന്നുമില്ല. കാരണം ഒരു സാധനം ഇപ്പം അപ്രമേയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ദേവിയുടെ മഹിമയും അതിശയങ്ങൾക്ക് ഒന്നും പ്രമാണമില്ല, അതിലൊക്കെ അപ്പുറമാണ് ദേവി എന്നുള്ളതാണ്. അപ്പോൾ അളക്കണം പ്രമാണം എന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഭൂമി നിങ്ങളുടെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആധാരം കൊണ്ടുവരും. ആധാരത്തിൽ എന്താണുള്ളത്? അതിരുകൾ ഉണ്ടായിരിക്കും. വടക്ക് ഇന്ന ആളുടെ ശങ്കരൻ നായരുടെ, ഇപ്പുറത്ത് വേറെ ആളുടെ അതിര്, അപ്പുറത്ത് തോട്, ഇപ്പുറത്ത് റോഡ്, ഇങ്ങനെ 4 അതിരുകളും കാണിച്ചു തരും. എന്നിട്ട് അളന്ന് ചിട്ടപ്പെടുത്തുക തന്നെ. അപ്പോൾ അളക്കുന്നതൊക്കെ പരിമിതമാണ്, അളക്കാൻ പറ്റാത്തതൊക്കെ അനന്തമാണ്. അപ്പോൾ ദേവിയുടെ കീർത്തി എന്തായിരിക്കും? ദേവി തന്നെ എന്തായിരിക്കും? അളക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പരിമിതമാണെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഈ ഒരൊറ്റ നാമത്തിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും മനസ്സും കൂടി ചേർന്നാലും ഈ പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന ജ്ഞാനത്തിനെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതും പരിമിതമാണ്. അപ്പോൾ ശരിക്കും വേദങ്ങളെ കൊണ്ടും വേദാംഗങ്ങളെ കൊണ്ടും പോലും ദേവിയുടെ തന്നെ ഈ ബ്രഹ്മത്തിൻ്റെ സൃഷ്ടിയാണ് വേദങ്ങൾ. അത് തനിയെ ഉടലെടുത്തതാണ്, അല്ലേ? അതിനെ ചിട്ടപ്പെടുത്തുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക മാത്രമാണ് വേദവ്യാസൻ ചെയ്തുള്ളൂ. അപ്പോൾ ബ്രഹ്മജ്ഞാനമാണ് വേദങ്ങൾ. ആ വേദങ്ങൾക്ക് പോലും ബ്രഹ്മം എന്താണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അനുഭവിച്ചറിയണം ജ്ഞാനം കിട്ടിയിട്ട്. അപ്പോൾ ആ വേദങ്ങളും വേദാംഗങ്ങൾ പോലും പറയാൻ സാധിക്കാത്ത, ആ മാഹാത്മ്യം വർണ്ണിക്കാത്ത ആ ദേവി എന്താണ്? അപ്രമേയാണ്. ഒരു പ്രമാണങ്ങളാലും ദേവിയെ വർണ്ണിക്കാനോ സ്ഥിരീകരിക്കാനോ കാണിച്ചു തരാനോ അതുപോലെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് തന്നെ സ്ഥിരീകരിക്കാൻ ഒന്നും പറ്റില്ല. അങ്ങനത്തെ ദേവിയാണ് അപ്രമേയ. വളരെ വിശാലമായിട്ടുള്ള നാമമാണത്. യുക്തിക്കും വാക്കിനും ഭാവനയ്ക്കും അതീതമാണ് ദേവിയുടെ മഹിമ. 3 സാധനങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് വാക്ക്, അത് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച, വാക്ക്, അതിന് എന്തു വരും? യുക്തി വരും. യുക്തി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയും മുകളിൽ നമ്മൾ ഭാവന കൊണ്ടുണ്ടാക്കും. ഇതിനൊക്കെ അതീതമാണ് ദേവിയുടെ മഹിമ. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് പ്രമാണം തരുന്നു, കാഴ്ച, ശബ്ദം, ഗന്ധം. യുക്തി നമുക്ക് അനുമാനം തരുന്നു, അല്ലേ? കാറ് കണ്ടു നമ്മൾ പറഞ്ഞതുപോലെ. വേദങ്ങളോ അതിൻ്റെ ഒക്കെ മുകളിലുള്ളതാണ്, ഇതിൻ്റെ ഒക്കെ മുകളിലാണ്, ഇതിനും മുകളിലുള്ളതാണ്. അതിനൊന്നും ദൃഷ്ടാന്തം തരാൻ പറ്റില്ല കൃത്യമായിട്ട് ദേവി ആരെന്നുള്ളത്. അതുകൊണ്ട് ദേവി അപ്രമേയ. ഈ ദേവിയുടെ നാമം വായിക്കുമ്പോൾ ബ്രഹ്മമാണ് നമ്മൾ ഉച്ചരിക്കുന്നെന്നുള്ള ബോധം മനസ്സിൽ തെളിയണം. അപ്രമേയ എന്ന് നാം വായിക്കുമ്പോൾ ഓം അപ്രമേയായേ നമ എന്ന് ദേവിയെ വന്ദിച്ചുകൊണ്ട് 414 നാമത്തിലേക്ക് നമുക്ക് കിടക്കാം. സ്വപ്രകാശ. സ്വപ്രകാശ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം സ്വപ്രകാശ. ഇനിയോ ശരിക്കും ദേവി അപ്പം എന്താണ്? ജ്യോതിസ്വരൂപിണിയാണ് ദേവി. ഇവിടെ പ്രകാശം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നത് നമ്മൾ പറയും സൂര്യൻ്റെയാണ് പ്രകാശം, അല്ലേ? അല്ലെങ്കിൽ ചന്ദ്രൻ്റെയാണ് പ്രകാശം, അല്ലെങ്കിൽ അഗ്നിയുടെയാണ് പ്രകാശം. അരണിയിൽ അഗ്നി ഉണ്ടായിരുന്നു, അത് കടഞ്ഞിട്ടാണ് ആദ്യം അഗ്നി കിട്ടിയത്. ഇരുമ്പും കൂട്ടി വരസിയിട്ടാണ് അഗ്നി കണ്ടുപിടിച്ചത്. പിന്നെ അത് തീപ്പെട്ടിയായി മാറി. രാസായനിക പദാർത്ഥങ്ങൾ ഘർഷണം നടത്തുമ്പോൾ അഗ്നിയായി മാറി. അപ്പം ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷമായിട്ടുള്ള അഗ്നിയാണെന്ന് പറയും. പക്ഷേ ആ അഗ്നികൾക്കൊക്കെ ആ അഗ്നിത്വം കിട്ടിയത് എവിടെ നിന്നാണ്? ജ്യോതിസ്വരൂപിണിയായ ദേവിയിൽ നിന്നാണ്. നമ്മൾ കണ്ടു തപനോടുപ മണ്ഡല എന്ന തപനനും ഉടുവനും രണ്ടുപേരും ദേവിയുടെ കുണ്ടലങ്ങളായിട്ട് അതിന് തൂങ്ങി നിൽക്കുകയാണ് എന്ന് നമ്മൾ കണ്ടു. ദേവിയുടെ 3-ാം തൃക്കണ്ണ് ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് പറയുമ്പോൾ അംബകം എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്. 3-ാം കണ്ണാണ് ദേവിയുടെ അഗ്നി സ്വരൂപമായിട്ടിരിക്കുന്നത്. ശിവന്റെ ആണെങ്കിലും ദേവിയുടെ ആണെങ്കിലും. അതുകൊണ്ടാണ്
ത്രയംബികേ എന്ന് ദേവിയെ വിളിക്കുന്നത്. അപ്പോൾ അഗ്നിയും സൂര്യനും ചന്ദ്രനും ഒക്കെ ദേവിയുടെ മുഖമണ്ഡലത്തിൽ വിളങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവർക്കൊക്കെ പ്രകാശം കൊടുക്കുന്നത് ആരാണ്? ദേവിയാണ് എന്നുള്ളതാണ്. ശരിക്കും ദീപാരാധന ചെയ്യുമ്പോൾ ഒരു മന്ത്രമുണ്ട്. നമുക്ക് ഒന്ന് വായിക്കാം മന്ത്രം, അല്ലെങ്കിൽ ഒന്ന് ഉരുവിടാം. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. ഇത് 3 ഉപനിഷത്തുകളിലുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ഇത് സർവോപനിഷത്ത് മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് പറയുക. പല സമ്പ്രദായങ്ങളിലും ദീപാരാധന ചെയ്യുമ്പോൾ പൂജാരികൾ ഈ മന്ത്രം ഉരുവിടും. ചിലർ ചെയ്യില്ല, ചിലർ ചെയ്യും. ശരിക്കും കഠോപനിഷത്തിലും മുണ്ടകോപനിഷത്തിലും അതുപോലെ മഹാനാരായണോപനിഷത്തിലും ഈ 3 ഉപനിഷത്തിലുള്ള മന്ത്രമാണ് ഈ മന്ത്രം. നമുക്ക് നോക്കാം എന്താ അത് പറയുന്നതെന്ന്. ന തത്ര സൂര്യോ ഭാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ദീപാരാധനയ്ക്ക് വിളക്ക് ദൈവത്തിൻ്റെ ആ മൂർത്തിക്ക് കാണിച്ചിട്ടാണ് ഈ പറയുന്നത്. എവിടെയാ? അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ഇനിയോ ന ചന്ദ്രതാരകം, അപ്പോ ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും അവിടെ പ്രകാശിക്കുന്നില്ല. നേമാ വിദ്യുതോ ഭാന്തി, അപ്പോ നേമാ വിദ്യുതോ ഭാന്തി, വിദ്യുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നല്, ശക്തിയുള്ള മിന്നല്, നേരിട്ടിട്ടാൽ മോളിൽ നിന്നല്ലേ വരുന്നത്. ആ മിന്നല് ഒന്നും അവിടെ പ്രകാശിക്കുന്നില്ല. എങ്ങനെയാണോ? തമേവ കുതോയം അഗ്നി, അപ്പോഴാണ് ഈ കാണിക്കുന്ന അഗ്നി കാണിച്ചിട്ട് ചോദിക്കുന്നത് എന്താണ്? ഈ അഗ്നി എങ്ങനെ പ്രകാശിക്കും എന്ന്. ഇപ്പം നമ്മൾക്ക് തോന്നും ഇതൊക്കെ അവന് ദൈവത്തിനെ ഒഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, അയ്യപ്പനെ ഒഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല ചോദിക്കുന്നത്. മന്ത്രത്തിലെ ദീപാരാധന മന്ത്രത്തിൽ തന്നെ ചോദിക്കുന്നത് എന്താണ്? കുതോയം അഗ്നി എന്നാണ് ചോദിക്കുന്നത്. എവിടുന്നാണ് ഈ അഗ്നി പ്രകാശിക്കുന്നത്? പിന്നെ സൂര്യനും പ്രകാശിക്കുന്നില്ല, ചന്ദ്രനും താരകങ്ങളും പ്രകാശിക്കുന്നില്ല, മിന്നൽ പോലും, ഇടിമിന്നൽ പോലും പ്രകാശിക്കുന്നില്ല. കുതോയം അഗ്നി, എവിടുന്നാണ് പിന്നെ അഗ്നി പ്രകാശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അടുത്ത വരിയാണ് തമേവ ഭാന്തമനുവാദി സർവം, ആ ദിവ്യ തേജസ്സിന് ശേഷം മാത്രമേ എല്ലാം പ്രകാശിക്കുള്ളൂ എന്ന്. ആ ദിവ്യ തേജസ്സിന്, ആ ദിവ്യ തേജസ് എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം തന്നെ, ഈ ഉള്ളിലിരിക്കുന്ന ശിവനായാലും ആരായാലും ആ ബ്രഹ്മത്തിൽ നിന്ന് മാത്രമേ ഇതിനൊക്കെ പ്രകാശിക്കാനുള്ള ശക്തി കിട്ടുകയുള്ളൂ. തസ്യ ഭാഷ സർവമിതം വിഭാതി, അതിൻ്റെ പ്രകാശത്താൽ, തസ്യ ഭാഷ സർവമിതം വിഭാതി, അതിൻ്റെ പ്രകാശത്താൽ ഇതെല്ലാം പ്രകാശിക്കുന്നു. ഭാന്തം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞ? തമേവ ഭാന്തം അനുഭാതി സർവം എന്ന് പറഞ്ഞത്. അപ്പോൾ ദീപാരാധനയ്ക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തിനല്ല, നമ്മൾക്ക് ആ വെളിച്ചം കാണിച്ചതെന്ന് പറഞ്ഞു തരികയാണ്. ഈ വെളിച്ചമെല്ലാം ആ ഭഗവാന്റെയാണ്. അതിൽ കൂടി ഈ ഭഗവാനെ നിങ്ങൾ ദർശിക്കുക പുണ്യ ദീപത്തിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സ്വപ്രകാശയാണ് ദേവി. ആ ഭാന്തം അത് ദേവിയാണ്. എല്ലാറ്റിനും നമ്മൾ സ്പന്ദനം കൊടുക്കുന്നത്, ത്രിമൂർത്തികൾക്ക് പോലും സ്പന്ദനം കൊടുത്ത് ബ്രഹ്മാണ്ഡമാക്കി മാറ്റുന്നതും ഈ പൃഥ്വി, വായു, തേജോ, ആകാശത്താൽ നിറഞ്ഞിട്ടുള്ള പഞ്ചഭൂതങ്ങളാക്കി മാറ്റുന്നതും ഒക്കെ ദേവിയാണ്. അതുകൊണ്ട് ദേവി സ്വപ്രകാശയാണ്. ആ പ്രകാശത്തിൽ എല്ലാം പ്രകാശിക്കും. അതുകൊണ്ട് ദേവിയുടെ നാമം സ്വയം ജ്യോതിസ്വരൂപിണിയായ ദേവി. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് നമുക്ക് 414-ാമത്തെ നാമം നിർത്താം. 415-ാമത്തെ നാമവും ഇതിൻ്റെ ഒരു മറ്റൊരു രൂപം തന്നെയാണ്. മനോവാചാമഗോചര. മനോവാചാമഗോചര, മനോ എന്ന് പറഞ്ഞാൽ മനസ്സ്, വാച എന്ന് പറഞ്ഞാൽ വാക്ക്, ഗോചരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാനാകാത്തവൾ, ഗോചരമല്ല. അപ്പൊ അഗോചരം എന്ന് പറഞ്ഞാൽ മനോവാചാമ ഗോചര, ഗോചരല്ല അഗോചര എന്നാണ്. മനോവാച അഗോചര എന്നാണ് ഇവിടെ. അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവളാണ് ദേവി. മനോവാച അമ ഗോചര. അപ്പോൾ ഇവിടെ ശരിക്കും അഗോചരയാണ് ദേവി. ഇന്ദ്രിയങ്ങൾ നമ്മൾ കണ്ടു, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ പരിമിതി എന്താണെന്ന് കഴിഞ്ഞ നാമത്തിൽ നമ്മൾ കണ്ടു. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാകാത്തവളാണ് ദേവി. അതുകൊണ്ട് ആ ദേവിക്ക് നമസ്കാരം. ഇവിടെ യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് തൈത്തിരീയ ഉപനിഷത്ത് ധാരാളം പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്ന ഒരു വൈദിക മന്ത്രമാണിത്, അല്ലെ, ശ്രുതിയാണിത്. യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് പറയുന്നതാണ്.
എവിടെ നിന്നും വാക്കുകൾ നിസ്സഹായമായി മനസ്സോടെ മടങ്ങുന്നുവോ. ദാറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ബ്രഹ്മം. മനോവാച നിവർത്തന്തേ, വിഡ്രോയിങ് ഫ്രം ദെയർ, റിട്ടേണിങ് ഫ്രം ദെയർ. മനസ്സും വാക്കും എവിടുന്നാണോ വാക്ക് മനസ്സോട് കൂടിയിട്ട് മടങ്ങുന്നത്, ചിന്തയും കഴിഞ്ഞു എന്നർത്ഥം, അതെല്ലാം അത് തിരിച്ചു പോരുന്നത് എവിടെയാണോ അതാണ് ബ്രഹ്മം. നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചറിയണം എന്നുള്ളതാണ്. ആ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ അനുഭവിച്ചറിയണം എന്നുള്ള. അനുഭവിക്കണമെങ്കിൽ കുറേ ടെക്നിക്കുകൾ നമ്മൾ കുണ്ടലിനി വിദ്യയും ധ്യാനവും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ആ സഹസ്രാര പത്മത്തിലെത്തുന്ന ദേവിയുടെ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ആ ബ്രഹ്മജ്ഞാനം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് അതിനുള്ള പുണ്യം വേണം, ബ്രഹ്മ ഉപദേശം കിട്ടണമെങ്കിലും ആ ജ്ഞാനം വരണമെങ്കിലും. അപ്പോൾ മനസ്സിനും വാക്കുകൾക്കും അഗോചരമാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് മനുഷ്യൻ കാര്യങ്ങൾ അറിയാൻ രണ്ട് വഴിയേ മനുഷ്യനുള്ളൂ. ഒന്നെന്താണ്, ഇന്ദ്രിയങ്ങളിലൂടെ കാര്യങ്ങൾ അറിയുക. രണ്ട്, ഇങ്ങനെ നേടിയ കാര്യങ്ങൾ മനസ്സിലിട്ടിട്ട് ആട്ടി ഒലച്ച് അതിനെ പാകം ചെയ്ത് ചിന്തിച്ച് നമ്മളതിനെ ഒരു തത്വമാക്കി മാറ്റുന്നു. ഇത് രണ്ടും വഴികൾ മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ അപ്പുറമാണ് ലളിതാംബിക. അപ്പോൾ മനോവാചം അഗോചരം ആണ് ദേവി. അഭ്യാന്തങ്ങളില്ലാത്തവളും സർവവ്യാപിയും ബഹുരൂപയും രൂപരഹിതയും, എല്ലാ ഉൽപ്പത്തി അതുപോലെ തന്നെ അതിൻ്റെ സ്ഥിതി അതുപോലെ അതിൻ്റെ വിനാശം, ഇതിനൊക്കെ കാരണകാരണീയമായിട്ടുള്ള ആ ദേവിയാണ്. അത് വളരെ വലിയ മഹിമയാണ് ആ ദേവിയുടെ. അതുകൊണ്ട് ദേവി മനോവാചാമഗോചര എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ആ നാമം നമുക്കൊന്ന് നമിച്ച് ദേവിയെ നമസ്കരിക്കാം മനസ്സിലോർത്തിട്ട്. അങ്ങനെ നമ്മുടെ 89ാമത്തെ ശ്ലോകം, രണ്ട് വലിയ നാമങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് നാമങ്ങൾ. ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര. അതോടുകൂടി നമുക്ക് 90ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ചിച്ഛക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. ചിച്ഛക്തി ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. ഇവിടെ 416 മുതൽ 423 വരെ 8 നാമങ്ങളുണ്ട്. ഓരോ നാമങ്ങളും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, നോക്കാം. ആദ്യത്തെ നാമം 416ാമത്തെ ചിത് ശക്തി ഒരു നാമമാണ്. ചിത് ശക്തി, ചിത്ത് ആകുന്ന ശക്തിയോടുകൂടിയവൾ, അതാണ് ചിത് ശക്തി. അതിന് സന്ധി വരുമ്പോൾ ചിത്ത് പ്ലസ് ശക്തി ചിത് ശക്തിയായി മാറുകയാണ്. അപ്പോൾ ചിത്താകുന്ന, അവിടെ ചിത് ശക്തി ഹി എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ചിത്താകുന്ന ശക്തിയോട് കൂടിയവൾ. ചിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്കറിയാം, നമ്മളുടെ മലയാളത്തിലുള്ള ആ ഒരു അർത്ഥം മാത്രമല്ല, മനസ്സല്ല, ശുദ്ധജ്ഞാനം അല്ലെങ്കിൽ ശുദ്ധ ചൈതന്യം, ശുദ്ധബോധം, അതൊക്കെ എന്താണ്? അത് തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ ശുദ്ധജ്ഞാനമാണ് അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് ചിത്ത്. ആ ചിച്ചക്തിയിൽ നിന്ന്, ചിത്താകുന്ന ശക്തിയിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത്? സൃഷ്ടി ഉണ്ടാകുമ്പോൾ ജ്ഞാനശക്തി ഉണ്ടാവും, അതിന് ഇച്ഛാശക്തി ഉണ്ടാവും, അതിന് ക്രിയാശക്തി ഉണ്ടാവും. ചിത്താകുന്ന ശക്തി ജ്ഞാനം പകരുമ്പോൾ ആ ജ്ഞാനത്തിൽ നിന്നും പലതരത്തിലുള്ള ഇച്ഛകളും വരും. ആ ഇച്ഛകളെ കർമ്മങ്ങൾ, നമ്മൾ കൈയും കാലും പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് കർമ്മങ്ങളാക്കി മാറ്റും. അതാണ് ക്രിയാശക്തിയായി മാറുന്നത്. അപ്പോൾ ഈ 3 ശക്തികളും വരുന്നത് എവിടുന്നാണ്? ചിത് ശക്തി എന്നാണ്. ചിത്താകുന്ന ശക്തിയായ ദേവിയിൽ, ആ സ്വരൂപമായ ദേവി, അത് തന്നെ ദേവിയാണ്. അപ്പോൾ ദേവിയാണ് ജ്ഞാനശക്തിയും, ദേവിയാണ് ഇച്ഛാശക്തിയും, ദേവിയാണ് ക്രിയാശക്തിയും. ആ ത്രിപുടിയുടെ ആസ്ഥാനം തന്നെ ദേവിയാണ്. അതുകൊണ്ട് ദേവി ചിത് ശക്തി എന്ന രൂപത്തിൽ, എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പം ശരിക്കും എന്താണ് ഇവിടെ? സർവ പ്രാണികളിലും ചേതനാരൂപത്തിൽ ഇരിക്കുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോൾ സർവ പ്രപഞ്ച കാരണ രൂപിണിയും ദേവിയാണ്. ചരാചരങ്ങൾ മാത്രമല്ല, ഈ കാണുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ ദേവിയുടെ സൃഷ്ടിയാണ്. അപ്പോൾ ഇതിനെല്ലാം ഉള്ളത് ദേവിയാണ്. ആ ശുദ്ധബോധം ദേവിയാണ്. അപ്പോൾ പരാശക്തി തന്നെയാണ്. അവിടെയാണ് പരാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പരാശക്തി തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ചിത് ശക്തി എന്ന് പറയുന്നു, ചിത്താകുന്ന ശക്തിയോട് കൂടിയവൾ. അപ്പോൾ ശുദ്ധബോധം അല്ലെങ്കിൽ ശുദ്ധ ചൈതന്യം ആയിരിക്കുന്ന, ശുദ്ധ ബ്രഹ്മമായിരിക്കുന്ന ദേവി, ആ സാക്ഷാൽ ദേവിക്ക് നമസ്കാരം. ചിത് ശക്തിയേ നമ എന്നുള്ള നാമം. 417ാമത്തെ നാമം
ചേതനാരൂപ. ചേതന എന്ന് പറഞ്ഞാൽ ചൈതന്യം, ജ്ഞാനം, അതൊക്കെ രൂപമായത്. അപ്പൊ ചിച്ഛക്തി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ ചേതന എന്ന് പറയുന്നതും അത് തന്നെയാണ്. ചൈതന്യം, ജ്ഞാനം, ഇതൊക്കെ രൂപമായുള്ളതാണ് ദേവി. അപ്പൊ ആ ദേവി എന്താണ്? ചൈതന്യ സ്വരൂപിണിയാണ്. ഇവിടെ എന്താണ് നമ്മൾ യാ ദേവി സർവഭൂതേഷു ചേതന്യേത്യഭിധീയതേ എന്നാണ്. നമസ്തസ്യൈ 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 നമ. അപ്പൊ ചൈതന്യമായിട്ട് ഇരിക്കുന്നത് തന്നെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ചൈതന്യമായിട്ടിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുപോലെ തന്നെ അണു മുതൽ ബ്രഹ്മാവ് വരെ ഉള്ള എല്ലാറ്റിനും കാരണം, അതിനുള്ള എല്ലാ ചൈതന്യവും, ഒരു ഏറ്റവും ചെറിയ അണു മുതൽ ബ്രഹ്മാവ് വരെയുള്ള ആ സൃഷ്ടിയുടെ ആചാര്യനായിട്ടുള്ള ബ്രഹ്മാവ് മുതൽ കർത്താവായിട്ടുള്ള ബ്രഹ്മാവ് വരെയുള്ള എല്ലാതും, ആ റേഞ്ചിൽ മുഴുവൻ എന്തൊക്കെ വരുന്നുവോ അതിനൊക്കെ ചൈതന്യം പകരുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി ചേതനാരൂപ എന്നുള്ള നാമത്തില് അറിയപ്പെടുന്നു. ഓം ചേതനാരൂപായേ നമ. ഇനി അടുത്ത നാമമാണ് 418 നാമം, ജഡശക്തി. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ചിച്ഛക്തി, ചേതനാരൂപ, ജഡശക്തി. അപ്പോ ജഡശക്തി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചിച്ഛക്തിയുടെ ഓപ്പോസിറ്റ്. ചിച്ഛക്തി എന്ന് പറഞ്ഞാൽ ചിത്താകുന്ന ബ്രഹ്മമാകുന്ന ദേവി. ജഡശക്തി എന്ന് പറഞ്ഞാൽ ആ ജഡം എങ്ങനെയാണ്? നമ്മൾ കാരണജലതിയൊക്കെ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിലും വീണ്ടും പറഞ്ഞു എങ്ങനെയാണ് അതിനകത്ത് മനസ്സും ചിത്തവും അഹങ്കാരവും പ്രകൃതി ഉണ്ടാവുന്നത്. മൂലപ്രകൃതി എങ്ങനെയുണ്ടാവും? ബ്രഹ്മത്തിൽ നിന്ന് മൂലപ്രകൃതി എങ്ങനെ ഉണ്ടാവുന്നു? മൂലപ്രകൃതിയിൽ നിന്നും വികൃതി എങ്ങനെ ഉണ്ടാവുന്നു? അതിനുശേഷം അതെങ്ങനെ ബ്രഹ്മാണ്ടമാവുന്നു, ചരാചരങ്ങളാവുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മായ വേണം അവിടെ. ആ മായയാണ് എന്ത്? ശരിക്കും ജഡശക്തി. അപ്പോൾ ബ്രഹ്മം പ്രകൃതിയായി മാറുമ്പോൾ വികൃതി വേണം അതിനകത്ത്. ആ മായയായിട്ട് നമ്മളൊക്കെ വരുന്നതാണ്. നമ്മളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളാണെന്ന നമ്മൾ കരുതുന്ന ആ ബോധമാണ് ജഡശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് ലോക സൃഷ്ടിക്ക് ഉപയുക്തമാം വണ്ണം പരിണമിച്ച മായയാണ് ജഡശക്തി. ഇപ്പം നമ്മൾ കണ്ടു നേരത്തെ പ്രകൃതി എങ്ങനെയാണ് പരിണമിച്ചത് എന്നുള്ളത്. അപ്പം അതിനെ ശരിക്കും അപരാശക്തി എന്നും പറയും. പരാശക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ഈ ബ്രഹ്മം തന്നെയാണ് പരാശക്തി. അപരാശക്തി എന്ന് പറഞ്ഞാൽ ആ ദേവി പല രൂപങ്ങളായിട്ട്, പരശിവൻ എന്ന് പറയുന്ന പോലെ പരാശക്തി പല രൂപങ്ങളായി മാറുമ്പോൾ അപരാശക്തിയായി മാറും. അതാണ് ജഡം എന്ന് പറയുന്നത്. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തും ചേതന ശരിക്കും ദേവിയാണ്. ശരീരത്തിനാണ് ജഡം എന്ന് പറയുന്നത്. അതിൽ ചേതന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കണമാണ് ചേതന. ദേവിയുടെ ആ ബ്രഹ്മത്തിന്റെ ഒരു സ്ഫുരണം മാത്രമാണ് ചേതന. ആ ചേതന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായി? വെറും ജഡമായി മാറിയത്. പിന്നെ അത് ജീർണിക്കും. ജനിച്ച മുതലേ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 ദിവസം കുളിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ മാറും. പക്ഷെ കുളിച്ചൊന്ന് സോപ്പിട്ട് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ആ നാറ്റം പോവും. പക്ഷേ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തനിയെ തന്നെ ആ പ്രാണന്റെ കർമ്മത്തിന്റെ ബന്ധനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാണൻ പോവും. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ശക്തിയായിട്ട് ആ ജഡമായിട്ടുള്ള ശരീരത്തിന് ചേതന കൊടുക്കുന്ന ആ ശക്തിയാണ് ജഡശക്തി എന്ന് പറയുന്നത്. ശരിക്കും ബ്രഹ്മം, മൂലപ്രകൃതി, വികൃതി, മായ, പ്രപഞ്ചം, ഈ സീക്വൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് മഹത്വത്വം, അഹങ്കാരം, പഞ്ചഭൂതം, പഞ്ചതന്മാത്രകള്, ഇന്ദ്രിയങ്ങള്, അന്ധകരണങ്ങള്, ഇതൊക്കെ കൂടിച്ചേരുമ്പോഴാണ് ഈ ബ്രഹ്മാണ്ടത്തില് ഈ ചരാചരങ്ങളായി മാറപ്പെടുന്നത്. അതിനൊക്കെ ശക്തി കൊടുക്കുന്ന ദേവിയാണ്. ആ ശക്തിക്ക് ജഡശക്തി എന്ന് പറയുന്നു. ഇപ്പൊ ബ്രഹ്മമായിട്ടുള്ള ശക്തി ജീവജാലങ്ങളായിട്ടിരിക്കുന്ന ജഡശരീരത്തോടു കൂടിയിട്ടുള്ള അതിനകത്തിരിക്കുന്ന ശക്തി, അത് ജഡശക്തി എന്ന് പറയും. ഇനി 419 നാമം ജഡാത്മിക. ഇവിടെ ജഡാത്മിക എന്ന് പറഞ്ഞാൽ ശരിക്കും ദൃശ്യപ്രപഞ്ചമായിട്ട് കാണപ്പെടുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞു ദൃശ്യപ്രപഞ്ചമായി കാണുന്നതിൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ് ജഡശക്തി. അപ്പോൾ ജഡാത്മിക എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചമായി കാണപ്പെടുന്ന ദേവി തന്നെയാണ് ജഡാത്മിക. അത് തന്നെ ആത്മാവായി മാറിയതാണ് ദേവി. ദൃശ്യപ്രപഞ്ച സ്വരൂപിണിയായിരിക്കുന്ന ദേവിയാണ് ജഡാത്മിക എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ചൈതന്യത്തെ, ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്നത് ആരാണ്? ജഡം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ശരീരം തന്നെയാണ്. ആ ജഡത്തിന് ചൈതന്യം കൊടുക്കുന്ന ശക്തിയാണ് ദേവി. അതുകൊണ്ട് ജഡാത്മിക എന്ന് പറയുന്നു. ജഡശക്തി രൂപിണിയായതിനാൽ ദേവി ജഡാത്മിക എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇവിടെ ജഡം എന്ന് പറഞ്ഞാൽ മൃതശരീരം എന്നല്ല അർത്ഥം. അത് വളരെ തെറ്റായതാണ്. ശരീരം തന്നെ ജഡമാണ്. ആ ജഡത്തിന്
ആത്മാവായിട്ട് അല്ലെങ്കിൽ ആ ജീവനായിട്ട് കൊടുക്കുന്ന ശക്തി ദേവിയുടെയാണ്. അപ്പോൾ കാണുന്ന പ്രപഞ്ചത്തെ, ഈ കാണുന്ന നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിന് ശക്തിയാവുന്ന അല്ലെങ്കിൽ ജീവനായി മാറുന്ന ദേവിയാണ് ജഡശക്തി. ആ ആത്മാവായി മാറുന്ന ദേവിയാണ് ജഡാത്മിക എന്ന് പറയുന്നത്. വളരെ സിമിലർ ആയിട്ടുള്ള നാമങ്ങളാണ് ജഡശക്തിയും ജഡാത്മികയും. അപ്പോൾ പരാശക്തിയിൽ നിന്നും അപരാശക്തിയായി മാറിയിട്ടുള്ള രണ്ട് രൂപാന്തര ഭേദങ്ങളാണ് ജഡശക്തിയും ജഡാത്മികയും. ആ ദേവിക്ക് നമസ്കാരം. ഓം ജഡാത്മികായേ നമ എന്ന് പറയുന്ന 420 നാമത്തിലേക്ക് പ്രവേശിക്കാം. 420 നാമമാണ് ഗായത്രി. ഗായത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വേദമാതാവാണ് ഗായത്രി. അതുപോലെ തന്നെ വേദമന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ബ്രഹ്മമന്ത്രം എന്നാണ് ഗായത്രി മന്ത്രത്തെ പറയുന്നത്. കാരണം ഉപനയനം നടത്തുമ്പോൾ അതിൻ്റെ ആചാര്യനോ അല്ലെങ്കിൽ സ്വന്തം പിതാവോ മകന് ഉപദേശിച്ചു കൊടുക്കുന്നത്, ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആ ഗായത്രി മന്ത്രം ശരിക്കും ബ്രഹ്മോപദേശം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ എല്ലാവർക്കും അറിയുന്ന നാമമാണ് ഓം ഭൂർഭുവസ്വഃ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ആ ഗായത്രി മന്ത്രം. ശരിക്കും സവിതാവിനെ സ്തുതിക്കുന്ന ഈ മന്ത്രത്തിന് സാവിത്രി എന്നും പറയും. സവിതാവിനെ സ്തുതിക്കുകയാണത്. അതിൻ്റെയൊക്കെ ദിവസങ്ങളോളം വ്യാഖ്യാനിച്ചാൽ കഴിയാത്ത വ്യാഖ്യാനമുണ്ട് ഗായത്രി മന്ത്രത്തിന്. അപ്പോൾ സവിതാവിനെ സ്തുതിക്കുന്ന മന്ത്രമാണ് സാവിത്രി. അപ്പോൾ ശരിക്കും പറയാച്ചാൽ ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്നാണ് ഗായത്രിയെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായന്തം എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്ന മന്ത്രമാണ് ഗായത്രി. ആരാണോ അതിനെ ഗാനം ചെയ്യുന്നത് അദ്ദേഹത്തിനെ രക്ഷിക്കും എന്നാണ് പറയുന്നത്. ആ രക്ഷിക്കുന്നവനാണ് ഗായത്രി. അപ്പോൾ ഗായന്തം ത്രായതേ യസ്മാത് ഗായത്രി തേന കഥ്യതേ എന്നും ഒരു ശ്ലോകമുണ്ട്. എവിടെ എന്താ പറയുന്നത്? ഗായന്തം ത്രായതേ യസ്മാത് ഗായത്രി തേന കഥ്യതേ എന്ന് പറഞ്ഞാൽ ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്ത് രക്ഷിക്കും. അതുപോലെ ഗായത്രി മന്ത്രരൂപമായും ദേവീ രൂപമായും സ്ഥിതി ചെയ്യുന്ന ലളിതാംബികയായാൽ ആണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ഗായത്രി എന്ന്. അപ്പോൾ മന്ത്രരൂപമായിട്ടാണെങ്കിലും ദേവീ രൂപമായിട്ടാണെങ്കിലും ഗായത്രി എന്ന് പറയുന്നത് ദേവീ സ്വരൂപം തന്നെയാണ്, ദേവിയുടെ ചൈതന്യം തന്നെയാണ്. മന്ത്രങ്ങളുടെയൊക്കെ മന്ത്രമായിരിക്കുന്ന ഗായത്രി മന്ത്രം തന്നെ എന്താണ്? ശരിക്കും ഗായത്രി മന്ത്രം അടുത്ത നാമത്തിൽ വീണ്ടും വരും. ഗായത്രി മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ആ സവിതാവിനോട് നമ്മൾ പറഞ്ഞു, ഇപ്പം ആ ശക്തി തന്ന ആ വെളിച്ചം കാണുന്ന പ്രത്യക്ഷ ദൈവമായിട്ടുള്ള സവിതാവിനോട് പറയാണ്, എന്നിലിരിക്കുന്ന ജീവചൈതന്യം, നിന്നിലിരിക്കുന്ന ബ്രഹ്മചൈതന്യം അതറിയാനുള്ള എനിക്ക് ആ ജ്ഞാനം തരൂ എന്നാണ് പറയുന്നത്, ബുദ്ധി തരൂ എന്നാണ് പറയുന്നത്. ധീമഹി എന്ന് പറയുന്ന അതുകൊണ്ടാണ് ഭർഗോ ദേവസ്യ ധീമഹി. അങ്ങനെ നമ്മൾ പ്രകാശം, ആ ജ്ഞാനത്തിൻ്റെ പ്രകാശം ചൊരിയാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും രണ്ട്, ആ ബ്രഹ്മമായിരിക്കുന്ന സൂര്യൻ്റെ ആ തേജസ്, ആ ബ്രഹ്മം, എന്നിലിരിക്കുന്ന ജീവൻ്റെ പ്രാണൻ, അത് രണ്ടും ഒന്നാണെന്ന് അറിയാനുള്ള ആ ഒരു ധീയാണ് നമ്മൾക്ക് വേണ്ട, ബുദ്ധിശക്തിയാണ് വേണ്ടത്. അതാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും സന്ധ്യാനാമം ജപിക്കുമ്പോഴും സന്ധ്യാവന്ദനം ചെയ്യുമ്പോഴും ഈ സന്ധ്യ എന്നുള്ള നാമുണ്ട് ദേവിയുടെ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി പറയാം. അപ്പോൾ അതിനെ ഗായത്രിയൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഇതാണ് ഓർക്കേണ്ടത്, ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നറിയാനുള്ള ജ്ഞാനം ഈ അല്പനായി എനിക്ക് തരൂ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അറിയേണ്ടത്. ഇനി ഗായത്രി ഛന്ദസാമഹം. അപ്പോൾ ഛന്ദസ് എന്നുള്ള ശരിക്കും ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മന്ത്രം എന്നേ അർത്ഥമുള്ളൂ. ഛന്ദസ് എന്ന് പറഞ്ഞാൽ 4 പാദങ്ങളും 4 പാദങ്ങളിൽ 6 അക്ഷരങ്ങളും വരുന്ന ഒരു ശ്ലോകത്തിനെയാണ് ഛന്ദസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഛന്ദസ് എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാണ്, ഗായത്രി ഛന്ദസാമഹം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ഈ മന്ത്രങ്ങളിൽ വെച്ച്, അവിടെ ഛന്ദസ് എന്ന് പറഞ്ഞ ശ്ലോകമല്ല, മന്ത്രങ്ങളിൽ വെച്ച് ഞാൻ ഗായത്രിയാകുന്നു എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അപ്പോൾ മന്ത്രങ്ങളിൽ ഗായത്രിയാണ്. അപ്പോൾ ഏറ്റവും വലിയ മന്ത്രമാണ്, ആ മന്ത്രസ്വരൂപിണി തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവി ഗായത്രി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് ദേവിക്ക് നമസ്കരിക്കാം. ഗായത്രി ജപിക്കുമ്പോഴൊക്കെ നമ്മൾക്കത് ദേവീ സ്വരൂപമാണ്, ബ്രഹ്മമാണ് എന്നുള്ള ആ ബോധം നമ്മളിൽ ഉണ്ടാവണം എന്ന് ഉറപ്പിച്ച് വിശ്വസിപ്പിച്ച് അടുത്ത നാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 421 വ്യാഹൃതി. വ്യാഹൃതി എന്ന് പറഞ്ഞാൽ വ്യവഹരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെടുന്നത്. അപ്പോൾ ഉച്ചരിക്കുന്നതാണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചാരമാണ്. ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മളതിനെ അർത്ഥതലത്തിൽ പറയുകയാണെങ്കിൽ ഉച്ചാരണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെ
വ്യാഹൃതി എന്ന്. അപ്പം മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കണം. വായിച്ചാലോ കേട്ടാലോ മാത്രം പോരാ. ശ്രുതി എന്നാണ് വേദങ്ങളെ പറയുന്നത്. കേൾക്കണം അത്. അപ്പോൾ ശരിയായ രീതിയിൽ ഉച്ചരിക്കണം. അതിനൊക്കെ അത് പഠിക്കണം, അഭ്യസിക്കണം. അത് പഠിക്കാൻ ഭാഗ്യമുള്ളവരൊക്കെ ഇനിയും പഠിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം നമുക്ക് അത് സാധിച്ചിട്ടില്ല, കഴിയുന്നത് പോലെ വായിക്കുക. അപ്പോൾ ഉച്ചരിക്കാനുള്ളതാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഓം എന്നുള്ള ആദിമ മന്ത്രം, അതാണ് ശരിക്കും ആദിമ പ്രണവ മന്ത്രമാണ് ഓം. അതിനകത്ത് 3 ബീജാക്ഷരങ്ങളാണുള്ളത്. ആ എന്നുള്ളൊരു ബീജാക്ഷരം, അതുപോലെ തന്നെ ഉ എന്നുള്ളൊരു ബീജാക്ഷരം, മ എന്നുള്ളൊരു ബീജാക്ഷരം. ഇത് 3ഉം കൂടുമ്പോഴാണ് ഓം എന്നുള്ളത്. അപ്പോൾ ദേവി, ഈ നമ്മൾ പറഞ്ഞു മൂലപ്രകൃതി ആവാൻ തുടങ്ങുന്ന സമയം തന്നെ ഈ ശബ്ദത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളതാണ്. ആദ്യം ഉണ്ടായത് ഓം എന്നുള്ള ആ ശബ്ദമായിരുന്നു എന്നാണ്. അവിടുന്നാണ് എല്ലാം പിന്നെ വരുന്നത്. അപ്പോൾ ഓം എന്നുള്ള ആദിമ പ്രണവ മന്ത്രം, അത് അതിനകത്ത് ആ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ജാഗ്രത്, അതുപോലെ തന്നെ സൃഷ്ടിയിലെ വിഷ്ണു ഭഗവാനെയാണ്. വിഷ്ണു, ഇതൊക്കെ ആ എന്ന ബീജാക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്ഥിതി, ജാഗ്രത്, വിഷ്ണു, സ്ഥിതി, ഇതൊക്കെ ആ എന്നുള്ള നാമം ബീജാക്ഷരം കൊണ്ടും, ഉ എന്നുള്ള ബീജാക്ഷരം കൊണ്ട് സ്വപ്നം, രണ്ടാമത്തെ അവസ്ഥയാണ്. ജാഗ്രത് കഴിഞ്ഞാൽ സ്വപ്നം, ബ്രഹ്മാവിനെയാണ് ഉ എന്ന് പറഞ്ഞ ബീജാക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സൃഷ്ടിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ത്രിപുടികൾ ഉണ്ട് ഇങ്ങനെ വേറെയും. അതുപോലെ നമുക്ക് കുറച്ച് മനസ്സിലാക്കിയാൽ മതി. മ അല്ലെങ്കിൽ മ എന്നുള്ള ബീജാക്ഷരം കൊണ്ട് ശരിക്കും സുഷുപ്തി അവസ്ഥയാണ് കാണിക്കുന്നത്. രുദ്രനാണത്. അവിടെ സംഹാരം അല്ലെങ്കിൽ ലയം എന്നുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ദേവി തന്നെയാണ് ഈ രൂപങ്ങളൊക്കെ എടുക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ആ ഉ മ ഈ വാക്കുകൾ തന്നെ എങ്ങനെയായിട്ട് പ്രപഞ്ചം ബീജാവസ്ഥയിൽ ഓംകാരമായിരുന്നു എന്നാ പറയുന്നത്. അതാണ് ഗായത്രി മന്ത്രമായിട്ട് മാറുന്നത്. എങ്ങനെ? ഭൂ ഭുവ സ്വ, ഭൂ ഭുവഹ സ്വഹ. ഇത് 3ഉം കൂടുമ്പോൾ എന്തായി? ഓമിൽ നിന്നും വ്യാഹൃതി ഉച്ചരിക്കപ്പെടുകയാണ്, പരിണമിക്കുകയാണ്. എങ്ങനെ? അത് ഭൂ ഭുവ സ്വ എന്നുള്ള പേരിൽ. ഇവിടെ ഭൂ എന്ന് പറയുമ്പോൾ ഭൂമിയാണ്, ജാഗ്രത അവസ്ഥയാണ്. ഭുവ എന്ന് പറയുമ്പോൾ അന്തരീക്ഷമാണ്, സ്വപ്നാവസ്ഥയാണ്. അതുപോലെ തന്നെ സ്വഹ എന്ന് പറയുമ്പോൾ സ്വർഗമാണ്, സുഷുപ്തി അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും ഈ ഓമിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രം ശരിക്കും പ്രണവ മന്ത്രത്തിന് അത്രയും ശക്തി കൊടുക്കുന്നതാണ് ഗായത്രി മന്ത്രം എന്ന് പറയുക. പ്രണവമന്ത്രത്തോളം ശക്തിയുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം. കാരണം ഈ ഒരു 3 അക്ഷരങ്ങളിൽ നിന്നാണ് ആദ്യത്തെ ഭൂഹു ഭുവഹ സ്വ എന്നുള്ള ആ 3 അക്ഷരങ്ങൾ, ബീജമന്ത്രങ്ങളും വന്നിരിക്കുന്നത്, വ്യാഹരിക്കപ്പെട്ട് വന്നിരിക്കുന്നത്, വിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് വ്യാഹൃതിഹി എന്നുള്ള നാം ദേവി തന്നെയാണ് ശരിക്കും ഓംകാരമായി പരിണമിച്ചത്. നാദസ്വരൂപിണി എന്നാണ് ദേവിയെ വിളിക്കുന്നത്, നാദരൂപിണി എന്ന്. അപ്പൊ ആ നാദമായിട്ട് പരിണമിച്ചത് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവുന്നതിന് മുന്നേ ദേവിയായിരുന്നു. ആ നാദത്തിൽ നിന്നാണ് വേദമാതാവായിട്ട് ഗായത്രിയായി ദേവി പരിണമിച്ചത്. ആ ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ് ഗായത്രി എന്നാണ് പറയുന്നത്. അത് ദേവി തന്നെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം വിസ്താരമായിരിക്കുന്നത് അല്ലെങ്കിൽ വ്യാഹൃതിയായിരിക്കുന്നത് ദേവിയായി തന്നെയായിട്ടാണ്. ദേവിയിൽ നിന്നാണ്, ദേവി തന്നെയായിട്ടാണ്. അതുകൊണ്ട് വ്യാഹൃതി ഹി എന്നുള്ള നാമം ദേവിയുടെ. വ്യാഹൃതികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യേക തരത്തിലുള്ളൊരു മന്ത്രങ്ങളുടെ കൂട്ടത്തിനെയും വ്യാഹൃതി എന്ന് പറയും. അതൊക്കെ ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ട മന്ത്രങ്ങളാണ്. അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് വ്യാഹൃതി എന്നുള്ള നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. ഇനി 90-ാമത്തെ ശ്ലോകത്തിലെ 422-ാമത്തെ നാമമാണ് സന്ധ്യ. അപ്പൊ സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ദൗഭവ ഇതി സന്ധ്യ എന്നാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നമ്മൾ അതിനെ സന്ധി പിരിച്ച് പറയുമ്പോൾ സന്ധിയിൽ ഭവിക്കുന്നതാണ് സന്ധ്യ. സന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പകലും രാത്രിയും. അപ്പോൾ രാത്രി കഴിഞ്ഞ് പകലാകുമ്പോൾ ഉഷസന്ധ്യ എന്ന് പറയും അതിന്. അതുപോലെ തന്നെ പകല് കഴിഞ്ഞ് രാത്രി ആവുന്നതിന് മുന്നേ എന്തു പറയും? സായം സന്ധ്യ എന്ന് പറയും. അപ്പോൾ 2 വ്യത്യസ്ത ഭാവങ്ങൾ തമ്മിൽ സമ്മേളിക്കുന്നതിനിടയിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് സന്ധ്യ. ഇപ്പോൾ 2 യുഗങ്ങൾ, നമ്മൾ യുഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞു, 2 യുഗങ്ങൾ കഴിയുന്നതിനിടയ്ക്കുള്ള ഒരു വലിയ ടൈം സ്പേസ് ഉണ്ട്. അതിന് യുഗസന്ധ്യ എന്ന് പറയും. അതുപോലെ തന്നെ സന്ധികൾ അറിയാം നമുക്ക്. പലർക്കും ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നവർ 2 സന്ധികളുടെ ഇടയ്ക്ക് പിന്നെ ആ സന്ധിയുടെ മാറ്റം വരുന്ന സമയത്ത് ചീത്തക്കാലായിരിക്കും എന്നൊക്കെ
പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ ഈ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ ആ, ആ ഒരു അതിൻ്റെ ആ വിഡ്രോയിങ് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ യുണൈറ്റിംഗ് പോയിന്റ്, ആ പോയിന്റാണ് സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം കൂടിച്ചേരുമ്പോൾ ഇടയ്ക്കുള്ളതാണ് സന്ധ്യ. രാവും പകലും കൂടിച്ചേരുമ്പോൾ നമുക്ക് സന്ധ്യ കിട്ടുന്നു. അതുപോലെ തന്നെ പകലും രാത്രിയും കൂടിച്ചേരുമ്പോൾ നമുക്ക് സന്ധ്യ കിട്ടുന്നു. അപ്പോൾ സമ്യക് ധ്യായന്തി ഇതി സന്ധ്യ എന്നുള്ള ഒരു നിർവചനം കൂടിയുണ്ട്. നന്നായി ധ്യാനിക്കപ്പെടേണ്ട സമയമാണ് അത്ര സന്ധ്യ. സമ്യക് ധ്യായന്തി ഇതി സന്ധ്യ. സന്ധ്യയ്ക്കാണ് നമ്മൾ എപ്പോഴും പറയും, ടി വി സീരിയലൊന്നും വെച്ച് കേട്ടിരിക്കരുത്, സന്ധ്യയ്ക്ക് നാമം ജപിക്കണം എന്ന് പറയും. കാരണം ദേവിക്ക് വളരെ ഇഷ്ടമാണ് സന്ധ്യാ നേരത്തുള്ള സ്തുതികളും ജപങ്ങളും ഒക്കെ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ നോക്കിയിട്ട് രാവിലെ നമ്മൾ ഗായത്രി ജപിക്കുമ്പോൾ സൂര്യനിലെ ബ്രഹ്മചൈതന്യവും എന്നിലെ ജീവചൈതന്യവും ഒന്നാണെന്ന ഭാവം തോന്നിക്കണേ എന്നാണ് ആ ധ്യാനിക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ സന്ധ്യാദാനം ചെയ്യുമ്പോൾ അഹൗ ആദിത്യൗ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ടാണ് അത്രേ അങ്ങനെ ജപിക്കേണ്ടത്. അഹൗ ആദിത്യോ ബ്രഹ്മ, ആദിത്യനുള്ള തേജസ് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ആ തേജസ്സിന് അഹം ബ്രഹ്മാസ്മി, ഞാനും പരബ്രഹ്മം തന്നെയായിരുന്നു, എൻ്റെ ഉള്ളിലുള്ള ജീവനും പരബ്രഹ്മം തന്നെയാണ് എന്നുള്ള അത് രണ്ടും ഒരുമിച്ചുള്ള ആ ഭാവന വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂര്യനിലെ ബ്രഹ്മചൈതന്യവും നമ്മളിലെ ജീവചൈതന്യവും ഒന്നാണ് എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അപ്പോൾ ആ സന്ധ്യാസമയത്ത് ധ്യാനിക്കേണ്ടവളാണ് ദേവി. അതുകൊണ്ടും ദേവിയുടെ നാമം സന്ധ്യ എന്ന് പറയുന്നു. അതുപോലെ സന്ധ്യയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയാണ്. അതുകൊണ്ട് നമുക്ക് സന്ധ്യ എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു. സന്ധ്യാനാമം വളരെ ദേവിക്ക് പ്രിയമുള്ളതാണ്. സന്ധ്യാസമയം എല്ലാ സന്ധ്യകളും, ഉഷസന്ധ്യയാണെങ്കിലും അതുപോലെ സായം സന്ധ്യയാണെങ്കിലും അപ്പോഴെല്ലാം നമ്മൾ ദേവി ഭജന ചെയ്യേണ്ടതാണ്, ദൈവസ്തുതികൾ ചെയ്യേണ്ടതാണ്. വളരെ വിശിഷ്ടമായ സമയമാണ്, ദേവിക്ക് വളരെ പ്രീതിയുള്ള സമയമാണത് സന്ധ്യ. ഇനി 90-ാമത്തെ ശ്ലോകത്തിൽ 423-ാമത്തെ നാമം ദ്വിജവൃന്ദ നിഷേവിത. ദ്വിജവൃന്ദ നിഷേവിത, ഈ നാമം കൂടി പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ദ്വിജവൃന്ദങ്ങളാൽ നിതരാം സേവിത. നിഷേവിത എന്ന് പറഞ്ഞാൽ നിതരാം സേവിത, നന്നായിട്ട് സേവ ചെയ്യപ്പെടുന്നവർ. ദ്വിജവൃന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഉപനയനം കഴിഞ്ഞ് വൈദിക സംസ്കാരം നേടിയിട്ട് ജ്ഞാനം നേടുന്നവരാണ്. ആ കുട്ടികളെയാണ്, അതിനുശേഷം ജ്ഞാന അവസ്ഥയിലേക്ക് പോകുന്നവരെയാണ് ദ്വിജന്മാർ എന്ന് പറയുന്നത്. ദ്വിജന്മാർ ശരിക്ക് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഒക്കെ പണ്ട് കാലത്ത്, എപ്പോഴും ക്ഷത്രിയരും ചെയ്യുന്നുണ്ട്, ഒക്കെ ഉപനയനം നടത്തുമായിരുന്നു. അതിനുശേഷം അവരുടേതായ വ്യാപാരങ്ങളിൽ അവർ പോവും. അപ്പോൾ അവർ ആ സന്മാർഗത്തിലൂടെ ധർമ്മനിഷ്ഠയിലൂടെ മാത്രമേ അത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അതുപോലെ ആർക്കും ഒരാൾക്ക് ജാതി എന്നിട്ടല്ല, ജാതി എന്ന രീതിയിലല്ല. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രരാണ്. എല്ലാവരും ജനിക്കുമ്പോൾ ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് ഉപനയനം കഴിഞ്ഞ് സംസ്കാരം കിട്ടുമ്പോഴാണ് ദ്വിജനായി മാറുന്നത്. അപ്പോൾ ശരീരമല്ല ഞാൻ എന്നുള്ള ബോധം മാറി ബ്രഹ്മമാണ് എൻ്റെ ഉള്ളിലെന്നുള്ള ആ രണ്ടാമത്തെ ജന്മമാണ് ദ്വിജം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല്ലിനും ദ്വിജപങ്ക്തി എന്ന് പറയുന്നത്. ആദ്യത്തെ പല്ല് വന്ന് എല്ലാം തിരിച്ചു പോകും, രണ്ടാമത് പല്ല് വരും. പക്ഷിയും ദ്വിജ എന്ന് പറയുന്നുണ്ട്. കാരണം പക്ഷി ആദ്യം മുട്ടയായി വരും, പക്ഷിക്കുഞ്ഞ്, അത് കഴിഞ്ഞ് മുട്ടയിൽ നിന്നും വിരിഞ്ഞു വരും. അപ്പോഴും രണ്ട് ജന്മമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ ദ്വിജവൃന്ദം എന്ന് പറയുന്നത് സത്കർമ്മങ്ങൾ, ഉപനയനം കഴിഞ്ഞ് അല്ലെങ്കിൽ ശരിയായ സംസ്കാരം കിട്ടിയ ആളുകൾ, ആ ആളുകളാൽ സേവിക്കപ്പെടുന്നവരാണ് ദ്വിജവൃന്ദം എന്ന് പറയുന്നത്. ആ ആളുകളാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് നന്നായി സേവിക്കപ്പെടുന്നവളാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ദ്വിജവൃന്ദ നിഷേവിത എന്ന് പറയുന്നു. ഈ നാമം ഒന്നുകൂടി ചൊല്ലാം ശ്ലോകം, അതിനുശേഷം നമുക്കിവിടെ ഒന്ന് നിർത്താം. 8 നാമങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം എടുത്ത്. ചിച്ഛക്തി ചേതനാരൂപ ജഡശക്തിർജടാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.